ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് കറിയാണ്. അപ്പോൾ സാധാരണ ഇന്ന് നമ്മൾ അകത്തുനിന്നല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നൊന്ന് പുറത്തുനിന്നൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടാൽ ഞാൻ ചട്ടിയൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല പുല്ലൊക്കെ ആയിട്ട് കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് കാണാം. അപ്പോൾ ഇന്ന് പുറത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നമ്മുടെ അടുക്കള വശത്തിൻ്റെ പുറകുവശത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, കാരണം നമുക്ക് വളരെ ചെറുതാണ്, അരിയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ തക്കാളി, അത് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്, അത് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, പകരം ഞാനിവിടെ കാന്താരിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു 6-7 കാന്താരി ഉണ്ട്, അത് നല്ലതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമുക്ക് കുറച്ച് തോനെ എടുക്കണം. കറിവേപ്പില നമ്മൾക്ക് കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ടേ ഉള്ളൂ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം. ഇതിൻ്റെ പൊടികളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മളിത് വഴറ്റാനായിട്ട് ആവശ്യത്തിനുള്ള നിങ്ങൾ എണ്ണ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, പക്ഷേ ബീഫിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കാന്താരി ചതച്ചെടുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഈ കാന്താരി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. കാന്താരി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇത് നിർബന്ധമില്ല, നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എരിവിന് വേണ്ടിയിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാന്താരിക്ക് തന്നെ നല്ല എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് ബീഫിലോട്ട് കിടന്ന് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മളിത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, തീരെ ചെറുതാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികമൊക്കെ ചേർത്ത് കൊടുക്കുക, കുറച്ചുകൂടെയൊക്കെ എടുത്ത് വെക്കാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്, അപ്പോൾ അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഇട്ടാൽ മതി. ഇളക്ക് വേഗം തന്നെ. ഇനി നമ്മൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് ചെറിയ ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടീൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടീൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളി നല്ലതുപോലെ വഴറ്റി കിട്ടണമെന്നില്ല, കാരണം ഇത് ബീഫിലൊക്കെ കിടന്നിട്ട് നല്ലതുപോലെ വേവും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഇത് വേവാനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു 30 മിനിറ്റെങ്കിലും നല്ലതുപോലെ വേവണം. നമ്മൾ വിറകടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെന്ത് വരുമ്പോഴത്തേനും ഇതൊക്കെ വറ്റി കറക്റ്റ് ചാറ് ആയി വരും. ഞാനിവിടെ കുറച്ച് തോനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബീഫ് അവിടെ റെഡിയാവുന്നുണ്ട്. ഈ നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പാകം മതിയാവും. നമുക്കിനി കോരി വേറൊരു പ്ലേറ്റിലോട്ട് ഇടാം. ഈ ഒരു പാകം തേങ്ങാക്കൊത്ത് ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ബീഫ് വെച്ചിട്ട് ഇവിടെ ഒരു അരമണിക്കൂർ ആവുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല തിളച്ച് ചാറൊക്കെ ഒന്ന് നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ ആവണം. ഒരു 3/4 മണിക്കൂർ എന്തായാലും വേണ്ടി വരും, കാരണം നല്ല നാടൻ ബീഫാണ്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ ഈ മസാലയിലോട്ട് കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം, ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. നമ്മളിപ്പോൾ കറക്റ്റ് ഇത് വെച്ചിട്ട് ഒരു 35-38 മിനിറ്റ് ആയിട്ടുണ്ട്. 38 മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചാറൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, കറക്റ്റായിട്ടുണ്ട്. നമ്മൾ കുറേ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം നോക്കിക്കേ കറക്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി സൂപ്പറായിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ഇറക്കി വെച്ചു. ഇനി നമുക്ക് വറവിട്ടെടുക്കാം. ഇതുപോലെ ഒരു ചട്ടി വെക്കാം. എന്നിട്ട് പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. നമുക്ക് വറവിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.